നമസ്കാരം പ്രിയമുള്ളവരെ. കുറച്ചു നാളുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി ഇറാനു നേരെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 മാസങ്ങൾക്ക് അകം ഇറാൻ ഒരു ആണവായുധ കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ ഇറാനുമേൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നാവികസേനാ മേധാവിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ നരകത്തിന്റെ വാതിൽ തുറക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിലേക്ക് വന്നു വീഴുന്നത്, ആ വാതിൽ തുറന്ന് നരകത്തിലേക്ക് വന്നു പതിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ആയിരിക്കും എന്ന രീതിയിൽ ഇറാന്റെ നാവികസേനാ മേധാവിയുടെ ഒരു പ്രതികരണം വരികയാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്രായേലും അമേരിക്കയും ഒക്കെ വിചാരിക്കുന്നതിനപ്പുറമുള്ള രഹസ്യ ആയുധങ്ങൾ ഇറാന്റെ ഭാഗത്തുണ്ട്, അത് പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇറാനെ തള്ളിവിടരുത് എന്നാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊന്നുകൂടി ഈ സമയത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, അമേരിക്ക ഒരുപക്ഷെ ഒരു കരയുദ്ധത്തിന് യമനിൽ തുനിഞ്ഞേക്കാമോ എന്നതാണ്. കാരണം നീണ്ട നാളുകളായി അമേരിക്ക ഹൂതികൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുകയാണ്. എത്രമേൽ വ്യോമാക്രമണം നടത്തിയിട്ടും ഹൂതികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 7 പ്രാവശ്യമാണ് ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഹൂതികളുടെ ഒരു ശക്തി വ്യോമാക്രമണത്തിൽ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് അമേരിക്ക ഇപ്പോൾ ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. കാരണം നമുക്കറിയാം, യമന്റെ ഒരു പ്രകൃതി വ്യത്യസ്തമാണ്. യമന്റെ ഒരു ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. ആ ഭൂപ്രകൃതിയിലേക്ക് ഒരു യുദ്ധത്തിന് കടന്നു കയറിയാൽ അമേരിക്കയ്ക്ക് എത്രത്തോളം പ്രതികൂലമാകും സാഹചര്യങ്ങൾ എന്നത് വളരെ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം യമൻ ഇപ്പോൾ തന്നെ ഈ വ്യോമാക്രമണം നടത്തിയിട്ട് തന്നെ അവരുടെ ആയുധങ്ങളും ഈ വെടിക്കോപ്പുകളും ഒക്കെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നത് യമനിൽ നിറയെ പർവ്വതങ്ങളും ഈ മലമടക്കളും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ ആയുധങ്ങളൊക്കെ വളരെ സുരക്ഷിതമായി ഒളിച്ചു വെക്കുവാൻ കഴിയുന്നു എന്ന ഒരു ബെനിഫിറ്റ് കൂടി ഹൂതികൾക്കുണ്ട്. മിക്കപ്പോഴും ഇത് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ റഡാറുകൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന അതിനപ്പുറം സുരക്ഷിതമാണ് ഇത്തരം ഒരു ഭൂപ്രകൃതി, യമന്റെ ഭൂപ്രകൃതി ഹൂതികൾക്ക് കൊടുക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ ആകെ അങ്കലാപ്പിലാണ്. കാരണം ഈ മാധ്യമങ്ങളുടെയൊക്കെ ചർച്ച അനുസരിച്ച് ഇറാൻ ഏകദേശം പൂർണ്ണ ആണവായുധ രാജ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഒരു നിലനിൽപ്പ് ആ പ്രദേശത്ത് ഭീഷണി ഉളവാക്കുന്നു എന്ന തിരിച്ചറിവ് ഇസ്രായേലിനുണ്ട്. നേരത്തെയൊക്കെ ആ പ്രദേശത്തെ രാജ്യങ്ങൾ ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗവേഷണങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ അമേരിക്കയെ സോപ്പിട്ട് അത് നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ അങ്ങനെയല്ല, വളരെ കണ്ണിങ് ആയിട്ടാണ് കാര്യങ്ങൾ, വളരെ തന്ത്രപൂർണമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇറാഖിൽ രാസായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക അവിടെ ആക്രമിച്ച് സദ്ദാം ഹുസൈനെയൊക്കെ കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ വളരെ കണ്ണിങ് ആയിട്ട് വളരെ തന്ത്രപൂർവമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിരിക്കുകയാണ്. കാരണം ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് ഏകപക്ഷീയമായിരിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് ഇസ്രായേലിനുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ തന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നൽകുന്ന ഒരു യുദ്ധത്തിന്റെ ചൂടിൽ നിന്ന് ഇസ്രായേലിനെ നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. ചുറ്റും നിന്നുള്ള ആക്രമണമാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഈ 2 ഹൂതികളും ഹിസ്ബുള്ളയും ഷിയ മിലിറ്ററി ഗ്രൂപ്പ് ആണെന്നത് കൊണ്ട് തന്നെ ഇറാനോട് അവർക്ക് കൂടുതൽ വിധേയത്വമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊന്നുമില്ലായിരുന്നു ഇറാഖിന്. ഇറാഖ് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ചുറ്റുമുള്ള രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളൊക്കെ ശത്രുതയിലാക്കുന്ന ഒരു മനോഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഇറാന്റെ ഒരു രീതിയിലല്ല ഇറാഖ് എന്ന് പറയുന്നത്. ഈ ഇറാഖ് എന്ന് പറയുന്നത് കാരണമില്ലാതെ കുവൈറ്റിനെ പിടിച്ചെടുത്ത് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ഒക്കെ ശത്രുതയിലാക്കി ഇരുന്നുവെങ്കിൽ ഇറാൻ കൂടുതൽ നയതന്ത്രത്തിന്റെ ബന്ധം സ്വീകരിച്ചതിന് ശേഷമാണ് കൂടുതൽ ശക്തമായി ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങളിലേക്ക് നീങ്ങുന്നത്. മിക്കപ്പോഴും അടുത്തുള്ള അറബ് രാജ്യങ്ങളുമായി അവർക്കുണ്ടായിരുന്ന അതിർത്തി തർക്കങ്ങളൊക്കെ പറഞ്ഞു പരിഹരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടിയുണ്ട്, ഇറാൻ ഒരു ലോകക്രമത്തെ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സഖ്യത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ബ്രിക്സ്, ഇറാനൊപ്പം ഒരുപാട് രാജ്യങ്ങളുണ്ട് എന്നാണ്. ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇറാനെ പരോക്ഷമായല്ല പ്രത്യക്ഷമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കളി നേരിട്ടത് പോലെയല്ല, ഇസ്രായേലിന് കളി കൂടുതൽ കടുക്കും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നേരത്തെ ഇറാഖിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചതുപോലെ ഇസ്രായേലിന് അങ്ങനെ ഇറാനുള്ളിൽ കടന്നു കയറി കളി നടത്തുവാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നേരത്തെ കാര്യങ്ങളൊക്കെ വളരെ പ്ലാനിങ് ആയിട്ടാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇറാഖിനെ ആക്രമിച്ച് അവിടുത്തെ രാസായുധം എന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്നു കയറിയ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഇറാനിൽ സംഭവിക്കുവാൻ
തരമില്ല. കാരണം അവർ വളരെ വിദഗ്ധമായി തന്നെയാണ് അവരുടെ ആണവായുധ റിയാക്ടറുകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ അത് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ യാതൊരു ആക്രമണങ്ങളെയും തടയുന്ന രീതിയിൽ തന്നെയാണ് അവർ അത് സജ്ജീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അവർ ആയുധങ്ങളുടെ ഒരു സജ്ജീകരണങ്ങൾ അതുപോലും വളരെ കണ്ണിങ് ആയിട്ടാണ്. അവരൊരിക്കലും ഈ യുദ്ധവിമാനങ്ങൾക്കൊന്നും പ്രാമുഖ്യം കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഒരു നിർമ്മാണ ചെലവ് മാത്രമല്ല, അത് ഈ ഇസ്രായേലോട്ടൊരു ആക്രമണത്തിന് പോകുമ്പോൾ ഈ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ അനുവാദമൊക്കെ വേണം. പിന്നെ നിർമ്മാണ ചെലവ് അതൊക്കെ പരിഗണിച്ച് അവർ ദീർഘദൂര മിസൈലുകൾക്കാണ് ഇറാൻ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. വളരെ ദീർഘദൂര മിസൈലുകൾ, ഇറാൻ അറിയപ്പെടുന്നത് തന്നെ മിസൈലുകളുടെ രാജാക്കന്മാരെന്നാണ്. ഡ്രോൺ വാഹിനി കപ്പലുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു എന്നതുകൂടി ഈ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ഇറാൻ വളരെ കണ്ണിങ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. ഇറാഖിൻ്റെയോ അല്ലെങ്കിൽ സമീപസ്ഥരായ ഈ അറബ് രാജ്യങ്ങളുടെ ഒന്നും അവസ്ഥ ഇറാൻ ഉണ്ടാകില്ല. നമുക്കറിയാം, നേരത്തെ ഈജിപ്തിൻ്റെതും ഇറാഖിൻ്റെയും ഒക്കെ ഈ സിറിയയുടെയും ഒക്കെ ആയുധപ്പുരകൾ, ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. അതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഇസ്രായേൽ ആക്രമിച്ചാൽ നല്ല പ്രഹരം കിട്ടും എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.